ഒരിക്കൽ കൂടി താരമായി ഷോൺ ജോർജ്. ധാർമ്മികതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ഷോൺ ജോർജ്. CMRL എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ പ്രതിയാണെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് കേസിലെ പരാതിക്കാരൻ കൂടിയായ ഷോണിന്റെ പ്രതികരണം. കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയമാണ് വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതെന്നും ഷോൺ ചൂണ്ടിക്കാട്ടി. രണ്ടു കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണിതെങ്കിലും കേസിന്റെ പ്രസക്തി വർദ്ധിച്ചത് KSIDC എന്ന പൊതുമേഖലാ സ്ഥാപനം ഇതിലേക്ക് വന്നതോടുകൂടിയാണ്. 135 കോടി രൂപ തിരിമറിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഇപ്പോൾ 185 കോടി രൂപയായി. വീണ കൈപ്പറ്റിയെന്ന് പറയുന്ന തുക 1.72 കോടി രൂപയിൽ നിന്ന് 2.72 കോടി രൂപയായിരിക്കുന്നു. 182 കോടി രൂപ തിരിമറി വഴി സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് 25 കോടി രൂപയ്ക്കടുത്താണ് നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. ആ നഷ്ടം സംഭവിച്ചിട്ടുള്ള കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായിട്ട് വന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ പണം നൽകിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജിക് കമ്പനിയുമായി വേണ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് നൽകിയ പണമാണ് എന്ന് റിപ്പോർട്ടിൽ പരാമർശം ഉണ്ടായ സാഹചര്യത്തിൽ ഒരു നിമിഷം പോലും വൈകാതെ ധാർമ്മികതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് ചെയ്യേണ്ടതെന്നും മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നും ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. ഇന്നത്തെ വൈറൽ വാർത്തകളിൽ ഒന്നായിരുന്നു എമ്പുരാൻ വിവാദങ്ങൾക്കു പിന്നാലെ ED കുരുക്കിൽ അകപ്പെട്ട ഗോകുലം ഗോപാലനും. പ്രമുഖ വ്യവസായിയും നിർമ്മാതാവുമായ ഗോകുലം ഗോപാലനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നു. കോഴിക്കോട്ടെ ഗോകുലത്തിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് ED കൊച്ചി യൂണിറ്റാണ് ചോദ്യം ചെയ്യുന്നത്. ഗോകുലം ഗോപാലൻ്റെ കോഴിക്കോട്ടെയും ചെന്നൈയിലെയും സ്ഥാപനങ്ങളിലും വീട്ടിലും ED റെയ്ഡ് പുരോഗമിക്കുകയാണ്. ചെന്നൈ കോടമ്പക്കത്തെ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിൻസിലും കോഴിക്കോട് അരയിടത്തുപാലത്തെ ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലുമാണ് രാവിലെ മുതൽ പരിശോധന നടക്കുന്നത്. ED റെയ്ഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഏറെ വിവാദമായ എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളിയാണ് ഗോകുലം ഗോപാലൻ. ഈ ചിത്രം 200 കോടി ക്ലബ്ബിൽ ഇടം നേടിയിരിക്കുന്നതിന് പിന്നാലെയാണ് റെയ്ഡ്.